ഹലോ ഗൈസ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷവോമിയുടെ 15 ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് 15 തിരിഞ്ഞാണ് ഇതാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ ഫീച്ചേഴ്സ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അതിന് മുന്നായിട്ട് ഈ ഒരു ഫോൺ എനിക്ക് കിട്ടിയത് ഒരു കൊളാബ് ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു കൊളാബ് ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. മിക്കവാറും അടുത്ത ആഴ്ച തന്നെ ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, അതിനകത്ത് എന്തൊക്കെയുള്ളത് നോക്കാം. ഈ ഫോൺ ശരിക്കും ഞാൻ പാക്ക് പൊട്ടിച്ചതാണ്. എന്നിട്ട് ഞാനൊന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിന് വേണ്ടിയിട്ട് ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ക്യാമറയും സാധനങ്ങളും എല്ലാം ഞാൻ മാക്സിമം ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ്. കാരണം ഒരു ഫോട്ടോഗ്രാഫറായ നിലയിൽ അതാണ് ഞാൻ ആദ്യം ചെക്ക് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇതിനകത്ത് വരുന്നത് 90 വോട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്. ഐഫോണൊക്കെ കണ്ടോ, സാംസങ് കണ്ടോ, 90 വാട്ട്സിൻ്റെ ചാർജർ വരല്. പിന്നെ ഒരു സി ടൈപ്പാണ് കേബിൾ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിന് ബോക്സിനകത്ത് വരുന്നത്. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 ക്യാമറകളാണ്. 40 mm ഒരു ലെൻസും, പിന്നെ ഒരു 23 mm പിന്നെ ഒരു 60 mm. ഈ 23 ആണ് കുറച്ചും കൂടി മെയിൻ. പക്ഷേ മെയിൻ എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ എല്ലാ സെൻസറുകളും 50 മെഗാപിക്സലാണ്. അപ്പോൾ നമുക്കിതിൽ മെയിൻ എന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഒരുപോലെയാണ് അവർ കൺസിഡർ ചെയ്തിട്ടുള്ളത്. 23 മെഗാപിക്സലിൻ്റെ ലോ ലൈറ്റിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഹൈ ഡൈനാമിക് റേഞ്ച് തരുന്നുണ്ട്. ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച് 13.5 EV സ്റ്റോപ്പാണ് ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച് തരുന്നത്. അൺറോ ഓവറോ ആയിക്കഴിഞ്ഞാൽ 13 സ്റ്റെപ്പിലേക്ക് ചേഞ്ച് ചെയ്താലും നിങ്ങൾക്ക് ആ ലൈറ്റിന്ന് ആ ഡീറ്റെയിൽ തിരിച്ചെടുക്കാൻ പറ്റും. അത് 13 സ്റ്റോപ്പ് തരുന്നുണ്ട്. അത് ബാക്കിയുള്ള ക്യാമറകൾ എത്ര തരുന്നുണ്ട്, അതായത് ഫോൺ ക്യാമറകൾ എത്ര തരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. 13 സ്റ്റോപ്പ് ഈ ഒരു ഫോണ് തരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ 35 മെഗാപിക്സലിൻ്റെ ക്യാമറ. പിന്നെ വീഡിയോ ഫീച്ചേഴ്സാണ് പറയാനുള്ളത്. വീഡിയോ ഫീച്ചേഴ്സ് പറയാൻ 8Kയിൽ നമുക്ക് 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇൻ കേസ് എന്തിനേന്ന് നമ്മുടെ ക്യാമറകൾ പോലും 8K ഒരു 3 ലക്ഷത്തിൻ്റെ മുകളിൽ നോക്കിയാൽ മതി. സ്ലോ മോഷൻ വരുന്നത് 1080 പിക്സലിലും 720 പിക്സലിലുമാണ് നല്ല FPS തരുന്നത്. അത് 1920 ഫ്രെയിം എടുക്കും. അത് ഒരു സെക്കൻഡിൽ 1920 ഫ്രെയിം പെർ സെക്കൻഡ് കിട്ടുന്നതാണ്. ഒരു സെക്കൻഡിൽ അത്രയും ഫോട്ടോസ് എടുക്കുന്നതാണ്. അത്രയും ഫോട്ടോസ് മെർജ് ചെയ്തതാണ് ഒരു സെക്കൻഡ് ഫ്രെയിം പെർ സെക്കൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സ്പീഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. 1080p എടുക്കുകയാണെങ്കിൽ നമുക്ക് 960 ഫ്രെയിം പെർ സെക്കൻഡ് കിട്ടുന്നുണ്ട്. അത് പ്രോസസ്സ് ചെയ്യണം. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്നാൽ ഈ സ്പീഡ് കൂടുന്തോറും ഫ്രെയിം പെർ സെക്കൻഡ് തരുന്നോറും ഇതിൻ്റെ പ്രശ്നം എവിടെ വരിക വെച്ചാൽ ഇത് പ്രോസസ്സ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടണം. ഇത് പ്രോസസ്സ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ സ്പീഡ് ഇരിക്കുന്നത്. സെൻസർ ഏത് രീതിയിൽ വേണമെങ്കിൽ ക്യാപ്ചർ ചെയ്യും. പക്ഷേ ഇത് പ്രോസസ്സ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് പവർ ശരിക്കും കാണിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇത്രയും ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത്രയും സെക്കൻഡിലുണ്ട് ഈ എല്ലാ ഫോട്ടോസും പ്രോസസ്സ് ചെയ്യാനുള്ളൊരു പവർ ഈ ഫോണിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു സെറ്റപ്പിൽ കൊടുത്തിരിക്കുന്നത്. 5240 mAh ഒരു ബാറ്ററിയാണ്. അതിനകത്ത് 20 മണിക്കൂർ കണ്ടിന്യൂസ് വീഡിയോ പ്ലേ ബാക്കാണ് കമ്പനി പറയുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു 90 വോൾട്ടിൻ്റെ ചാർജറാണ്. 50 വോൾട്ടിൻ്റെ വയർലെസ് ചാർജറും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കമ്പനി പറയുന്നത്. ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2670 × 1200 പിക്സലാണ് ഇതിൻ്റെ ഒരു പിക്സൽ വരുന്നത്. അടിപൊളിയുണ്ട് ഡിസ്പ്ലേ, അടിപൊളിയുണ്ട്. അതുകൂടാതെ ഡോൾബി വിഷൻ കളർ സൈൻസാണ് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവും. 120 റിഫ്രഷ് റേറ്റ് ആണ് ഇതിനകത്ത്. 68 ബില്യൺ കളേഴ്സാണ് ഇതിനകത്ത്. ഫീച്ചേഴ്സ് മൊത്തം നമ്മുടെ ആപ്പിളിൻ്റെ പോലെ തന്നെ ഉണ്ടാവും. കാണാനും ആപ്പിളിൻ്റെ പോലെ തന്നെയാണ്, ഒന്നും പറയാനില്ല. കറക്റ്റ് ആപ്പിളിൻ്റെ അതേ കോപ്പിയാണ്. ഈ ക്യാമറ മൊഡ്യൂൾ ഒഴിച്ച് ബാക്കി ഒരു ഇതെല്ലാം ആപ്പിളിൻ്റെ പോലെ തന്നെയാണ്. ഇവിടെ മറ്റേ ലൈൻസും കാര്യങ്ങളൊക്കെ എക്സാക്റ്റ് ആപ്പിളിൻ്റെ പോലെ തന്നെയാണ്. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 8 Elite പുതിയ പ്രൊസസ്സറാണ്. അതാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതുകൊണ്ട് ബാറ്ററി ഹീറ്റ് ആവലും പ്രോസസ്സർ ഓവർ ഹീറ്റ് ആവലും ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ആയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ ഞാൻ ഇവിടെ ഇടാം. അതാണ് ഇതിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ പറയാനുള്ളത്. മെയിനായിട്ട് ഞാൻ ഈ ഫോൺ യൂസ് ചെയ്തത് ഇതിൻ്റെ ഒരു ക്യാമറ പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോസൊക്കെയാണ് ഞാൻ അതിനകത്ത് എടുത്തത്. പിന്നെ ലോ ലൈറ്റിൽ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണത്.
സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഐഫോൺ ചൂസ് ചെയ്യാൻ പോകുന്നതിനേക്കാൾ ഒരു 60-65 രൂപേൻ്റെ അടുത്താണ് ഈ ഫോണിൻ്റെ വില വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് എന്തായാലും ഇത് തരുന്നുണ്ട്, ഈ ഫോൺ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.